കേരള ബാങ്ക് ജപ്തി ചെയ്ത സംരംഭത്തിനുള്ളിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ച് പത്തനംതിട്ട എഴുമറ്റൂർ സ്വദേശികളായ ദമ്പതികൾ വായ്പാ തിരിച്ചടവിന് സാവകാശം നൽകണമെന്നാവശ്യപ്പെട്ടാണ് സമരം ആരംഭിച്ചത്. മുടങ്ങിയ വായ്പ തിരിച്ചടയ്ക്കാൻ സഹകരണ വകുപ്പ് മന്ത്രി നൽകിയ സാവകാശം പോലും മറികടന്നാണ് ബാങ്ക് നടപടികളുമായി മുന്നോട്ടു പോകുന്നതെന്നാണ് ദമ്പതികളുടെ പരാതി. എന്നാൽ പരാതിയെ കേരള ബാങ്ക് മല്ലപ്പള്ളി ശാഖ പൂർണ്ണമായും തള്ളുകയാണ്. വളരെ പ്രതീക്ഷയോടെയാണ് പത്തനംതിട്ട എഴമറ്റൂർ മാക്കാട് സ്വദേശിനി ലസികയും ഭർത്താവ് പ്രിൻസും ശ്രേയസ് എന്ന പേരിൽ സോഡ സോഫ്റ്റ് ഡ്രിങ്ക് നിർമ്മാണ കമ്പനി തുടങ്ങിയത്. 2017 അന്നത്തെ കോർപ്പറേഷൻ ബാങ്ക് മല്ലപ്പള്ളി ശാഖയിൽ നിന്നും 9,85,000 രൂപ മിഷനറി ലോൺ എടുത്താണ് സംരംഭം തുടങ്ങിയത്. പ്രതിദിനം 4,500 ബോട്ടിൽ സോഡ സോഫ്റ്റ് ഡ്രിങ്ക് ഉൽപാദനവും നടന്നിരുന്നു. 2022 മാർച്ച് 10 കേരള ബാങ്ക് മല്ലപ്പള്ളി ശാഖ അധികൃതർ ഫാക്ടറി പ്രവർത്തിക്കുന്ന കെട്ടിടം സീൽ ചെയ്തു. 2015 ഈ കെട്ടിടവും 76 സെന്റ് പുരയിടവും കേരള ബാങ്ക് മല്ലപ്പള്ളി ശാഖയ്ക്ക് ഈട് നൽകി മകളുടെ വിദ്യാഭ്യാസത്തിനായി 2 തവണകളിലായി എടുത്ത 20 ലക്ഷം രൂപ ലോൺ അടവ് മുടങ്ങിയതാണ് ജപ്തിയിലേക്ക് നയിച്ചത്. ഞങ്ങൾ റീഷെഡ്യൂൾ തരുവാണെങ്കിൽ ഞങ്ങൾ മുടക്കം വന്നില്ല. മുടക്കം വരുത്താനായിട്ട് ബാങ്ക് ശ്രമിച്ചതാണ്. ഞങ്ങൾ മുടക്കം വരുത്തിയല്ല. 20,000 രൂപ കൊണ്ടുവന്ന് അടച്ചപ്പോൾ അത് സേവിങ് അക്കൗണ്ട് ഇട്ടു. അതിനുശേഷം ഞങ്ങൾ പ്രവർത്തനം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ പൈസ അടച്ചെന്നെ. അവരടപ്പിക്കാതിരുന്ന ലോൺ അടയ്ക്കാൻ സാവകാശം നൽകണമെന്ന സഹകരണ വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശം അവഗണിച്ചാണ് ബാങ്ക് ജപ്തി നടപടികളുമായി മുന്നോട്ടു പോകുന്നതെന്നാണ് ദമ്പതികളുടെ ആരോപണം. കമ്പനി പ്രവർത്തിച്ചാൽ വായ്പാ തുക തിരിച്ചടയ്ക്കാനാവുമെന്നും വായ്പാ തിരിച്ചടവിന് സമയം അനുവദിക്കാതെ കെട്ടിടത്തിൽ നിന്നും പുറത്തിറങ്ങില്ലെന്നുമാണ് ഇവരുടെ തീരുമാനം. എനിക്കിതെന്ന് വെച്ചാൽ നീതി നടപ്പിലാക്കി കിട്ടുക, എൻ്റെ ഫാക്ടറി പ്രവർത്തിക്കാനായിട്ട് അനുമതി തരിക, അടയ്ക്കാനുള്ള ഒരു മാർഗമാക്കി നമ്മുടെ ജീവിത വരുമാന മാർഗം അയച്ചു തരിക. അത് എവിടം വരെ ഇതിൻ്റെ പോകേണ്ടതെന്ന് വെച്ചാൽ അവിടം ചെന്നിട്ട് അവർക്ക് വേണ്ടവർ അത് കണ്ട് എൻ്റെ അവസ്ഥ മനസ്സിലാക്കി എനിക്ക് നീതി നടപ്പിലാക്കി തരിക. മന്ത്രിയിൽ നിന്നും അത്തരമൊരു നിർദ്ദേശം ബാങ്കിന് ലഭിച്ചിട്ടില്ലെന്നും വായ്പാ തിരിച്ചടവിന് ആവശ്യത്തിന് സമയം അനുവദിച്ചിരുന്നതുമായാണ് ബാങ്ക് അധികൃതരുടെ വിശദീകരണം. നിയമപരമായ എല്ലാ നടപടികളും പൂർത്തിയാക്കിയാണ് ലേലത്തിലേക്ക് നീങ്ങുന്നതെന്നും കേരള ബാങ്ക് മല്ലപ്പള്ളി ശാഖ അധികൃതർ വ്യക്തമാക്കി. മീഡിയ 1 പത്തനംതിട്ട.